നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. ഹ്യൂമനോയിഡ് റോബോട്ടിനെ മനുഷ്യനെ പോലെ നടക്കാൻ പഠിപ്പിക്കാൻ ആളുകളെ തേടി ഇലോൺ മസ്കിന്റെ ടെസ്ല. ഒപ്റ്റിമസ് എന്ന ഹ്യൂമനോയിഡ് റോബോട്ടിനെ ശരിയായ രീതിയിൽ നടക്കാൻ പരിശീലിപ്പിക്കുന്നതിനാണ് ടെസ്ല ആളുകളെ തേടുന്നത്. ഡാറ്റ കളക്ഷൻ ഓപ്പറേറ്ററുടെ ഒഴിവിലേക്കാണ് ടെസ്ലയുടെ സ്ഥാപകൻ ഇലോൺ മസ്കിന് ആളെ ആവശ്യമുള്ളത്. 8.5 ലക്ഷം രൂപയാണ് മാസം ശമ്പളം. കഴിഞ്ഞ ദിവസമാണ് കമ്പനി ആളെ ആവശ്യപ്പെട്ട അറിയിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. ടെസ്ല പുതുതായി രൂപം നൽകുന്ന റോബോട്ടായ ഒപ്റ്റിമസിനെ പരിശീലിപ്പിക്കുകയാണ് ഡാറ്റ കളക്ഷൻ ഓപ്പറേറ്ററുടെ ജോലി. 7 മണിക്കൂറാണ് ജോലി സമയം. ഓരോ മണിക്കൂറിനും $48 അഥവാ 4000 രൂപയാണ് കമ്പനി പ്രതിഫലമായി നൽകുന്നത്. ഇത്തരത്തിലൊരു ദിവസം 28,000 രൂപയും മാസം 8.40 ലക്ഷം രൂപയും സ്വന്തമാക്കാവുന്നതാണ്. ചികിത്സയുൾപ്പെടെ മറ്റ് ആനുകൂല്യങ്ങളെല്ലാം കമ്പനി നൽകും. കഴിഞ്ഞ വർഷം 50-ലേറെ പേരെ ഡാറ്റ കളക്ഷൻ ഓപ്പറേറ്റർമാരായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. 7 മണിക്കൂർ തുടർച്ചയായി നടന്നു വേണം റോബോട്ടുകളെ പഠിപ്പിക്കാൻ. ജോലിക്കാർക്ക് പ്രത്യേക വസ്ത്രങ്ങൾ നൽകും. ഇത് ധരിച്ച് നിർദ്ദേശിക്കുന്ന ടെസ്റ്റിംഗ് റൂട്ടുകളിലൂടെയാണ് ഇവർ നടക്കേണ്ടത്. വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റും ഇവർക്ക് വിവരങ്ങൾ ശേഖരിക്കാനായി നൽകുന്നുണ്ട്. റൂട്ടുകളിലൂടെ നടക്കുമ്പോൾ ഡാറ്റകൾ ശേഖരിക്കുകയും ഇവ കൃത്യമായി എഴുതി വയ്ക്കുകയും വേണം. 5 അടി 7 ഇഞ്ച് മുതൽ 5 അടി 11 ഇഞ്ച് വരെ ഉയരമുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. 30 പൗണ്ട് ഭാരം എടുക്കാനുള്ള കഴിവ് ആവശ്യമാണ്. ഡാറ്റാധിഷ്ഠിത തീരുമാനങ്ങൾ എടുക്കാനും ചലനാത്മകവും വേഗതയേറിയതുമായ തൊഴിലന്തരീക്ഷത്തിൽ സുഖമായി പ്രവർത്തിക്കാനും കഴിയേണ്ടതാണ്. ഷിഫ്റ്റുകളുണ്ട്. രാവിലെ 8 മണി മുതൽ 4:30 മണി വരെയും, 4 മണി ഉച്ചയ്ക്ക് ശേഷം 4 മണി മുതൽ 12:30 മണി പുലർച്ചെ 12:30 മണി വരെയും. ഇതല്ലെങ്കിൽ 12 AM മുതൽ രാവിലെ 8:30 വരെയുമാണ് ഷിഫ്റ്റുകളുള്ളത്. വംശം, നിറം, മതം, ലിംഗഭേദം, പ്രായം, ദേശീയത, വൈകല്യം, ലിംഗവ്യക്തിത്വം എന്നിവയൊന്നും തന്നെ ബാധകമല്ല. ഫെഡറൽ, സംസ്ഥാന അല്ലെങ്കിൽ പ്രാദേശിക നിയമങ്ങളാൽ സംരക്ഷിതമായ മറ്റേതെങ്കിലും ഘടകങ്ങൾ ഇവയൊന്നും തന്നെ പരിഗണിക്കാതെ ജോലിക്ക് പരിഗണന ലഭിക്കും. വൈകല്യമുള്ള വ്യക്തികൾക്കും അപേക്ഷിക്കാം. ഇവർക്ക് ന്യായമായ താമസ സൗകര്യം നൽകാനും ടെസ്ല തയ്യാറാണ്. അഭിമുഖം നടക്കുമ്പോൾ താമസ സൗകര്യം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ റിക്രൂട്ടറെ അറിയിക്കേണ്ടതാണ് എന്നാണ് ടെസ്ല പറഞ്ഞിട്ടുള്ളത്. ഒപ്റ്റിമസ് എന്ന റോബോട്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ 2021-ലാണ് ഇലോൺ മസ്ക് പുറത്തുവിട്ടത്. ഹ്യൂമനോയിഡ് റോബോട്ടാണ് ഒപ്റ്റിമസ്. മനുഷ്യർ ചെയ്യുന്ന എല്ലാ ജോലികളും ചെയ്യുന്ന റോബോട്ട് എന്നാണ് മസ്കിന്റെ സ്വപ്നം. റോബോട്ടുമായി ബന്ധപ്പെട്ട ജോലികൾക്കായി ഇതിനോടകം തന്നെ നിരവധി പേരെയാണ് ഇലോൺ മസ്ക് നിയമിച്ചിട്ടുള്ളത്. ടെസ്ലയുടെ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ അടുത്ത വർഷം അവസാനത്തോടെ വിൽക്കാൻ തയ്യാറായിരിക്കും എന്നാണ് ടെസ്ല CEO എലോൺ മസ്കിന്റെ വെളിപ്പെടുത്തൽ. 2025-ൽ ടെസ്ല ഫാക്ടറികൾക്കായി ഒപ്റ്റിമസിനെ ഉപയോഗിക്കാനും 2026 ആകുമ്പോഴേക്കും റോബോട്ടുകളുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനം തുടങ്ങാനുമാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. അപ്പോൾ എല്ലാ ദേശക്കാർക്കും അപേക്ഷിക്കാവുന്നതാണ്. കേരളത്തിൽ ഉൾപ്പെടെ ഉള്ള എല്ലാവർക്കും തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.